ആലുവയ്ക്കടുത്ത് കുന്നുകര എന്ന് പറയുന്ന പ്രദേശത്ത് തുടങ്ങിയിട്ട് 1 വർഷം ഞാൻ കാത്തിരുന്നു അതൊന്ന് സമാധാനമായിട്ട് നടത്താൻ. 1 വർഷം ഞാൻ വെയിറ്റ് ചെയ്തു. പ്രശ്നങ്ങളുണ്ട്, പരിഹരിക്കാം. മാറി മാറി വിളിച്ചു, ഓരോ നേതാക്കന്മാരെ വിളിച്ചു. എന്താ ചെയ്യണ്ടേ, പരിഹരിക്കാം. നിങ്ങൾക്കറിയാം, കുന്നുകരയിൽ എനിക്കൊരു അയൺ ആൻഡ് സ്റ്റീലിന്റെ കട ഉണ്ടായിരുന്നു, പ്രോമി പൈപ്സ് ആൻഡ് ഷീറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. 1 വർഷം ഞാൻ വെയിറ്റ് ചെയ്യാണ്. കച്ചവടം നടക്കുന്നുണ്ട്, അവർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, തൊഴിലുറപ്പ് കയറ്റിറക്ക പ്രശ്നങ്ങള്. ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, ഒരു സംവിധാനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ക്ഷമിച്ച് സമാധാനത്തോടെ നിൽക്കണം. ഞാൻ അവരുടെ നേതാക്കന്മാരോട് മാറി മാറി സംസാരിക്കുന്നു. ഒരു രക്ഷയുമില്ല. എന്നെ കൊണ്ട് ആ പ്രസ്ഥാനം പൂട്ടിച്ചു. ഇതാണ് എൻ്റെ ഒരു കച്ചവടക്കാരന്റെ അല്ലെങ്കിൽ ഒരു വ്യവസായം നടത്തുന്നവന്റെ അവസ്ഥ. ഇതെല്ലാം മാറണ്ടേ? നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന കിഴക്കമ്പലത്ത് അവിടുത്തെ ജനങ്ങൾ എങ്ങനെ ജീവിക്കണേ നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ പഞ്ചസാരക്ക് എത്ര വില, നമ്മൾ അങ്കമാലിയിൽ പഞ്ചസാരക്ക് എത്ര കൊടുക്കണേ, അവിടെ വെളിച്ചെണ്ണയ്ക്ക് എത്രയാ, അവിടെ ഉള്ളിക്കല്ല എത്രയാ, പലചരക്ക് സാധനങ്ങളുടെ വില എത്രയാ. ഇതെല്ലാം കൊടുത്തിട്ടും ഞാൻ അവിടെ കഴിഞ്ഞ വർഷം 25 കോടി രൂപ അവർ മാറ്റിവെച്ചേക്കാണ്. അത് നമ്മുടെ മുമ്പിൽ പ്രൂവ് ചെയ്ത ആളാണ് ശ്രീ സാബു ജേക്കബ്. അത് എന്തുകൊണ്ട് അങ്കമാലിയിൽ സാധിക്കുന്നില്ല എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് എന്തുകൊണ്ട് കേരളത്തെ മറ്റു സ്ഥലങ്ങളിൽ സാധിക്കുന്നില്ല? ഇത് ചെയ്യാൻ പറ്റും. അതാണ് എന്നെ 2020 ആകർഷിച്ചത്. നമ്മൾ